അർജുൻ മട്ടന്നൂര് ഇപ്പോൾ ആന്റണി MP പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ തെരഞ്ഞെടുപ്പിൽ തന്നെ പലരും സഹായിക്കാറുണ്ട്. അത്തരത്തിൽ സഹായം വാങ്ങി തന്നെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം മാത്രമാണ് താൻ NM രാജുവിൽ നിന്നും കൈപ്പറ്റിയത്. ആ ലഭിച്ച പണം തിരികെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യക്തതയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എത്ര രൂപയാണ് വാങ്ങിയത് എന്നതിനെ കുറിച്ച് ആന്റണി MP ഒരു ഉത്തരം നൽകിയില്ല. NM രാജു പറഞ്ഞത് 2 കോടി രൂപയാണ് എന്നുള്ളതാണ്. എന്നാൽ ആ 2 കോടി രൂപയാണോ അല്ലയോ, എത്ര രൂപയാണ് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടില്ല. വാങ്ങിയ പണം തിരികെ നൽകിയിട്ടുണ്ട്. പണമായിട്ടാണോ ചെക്കായിട്ടാണോ വാങ്ങിയത് എന്ന ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന ഉത്തരമായിരുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ? ആര്യ, ഇപ്പോൾ ആന്റണി MP വിശദീകരണം വന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. അതായത് NM രാജുവും ആന്റണിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ അത് NM രാജു പറയുന്നത് ഇത്തരത്തിൽ തന്നോട് കടമായി 2 കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ടു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് ഇത്രയും പണം ആവശ്യപ്പെട്ടത്. പലതവണ ഭാര്യയും ആന്റണിയും ഒന്നിച്ചു വന്നടക്കം പലതവണ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അക്കൗണ്ട് വഴി തന്നെ 2 കോടി രൂപ ആന്റണിക്ക് നൽകിയത്. 2 മാസത്തിനുള്ളിൽ തിരിച്ചു നൽകാം. ബംഗളൂരുവിലെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പണം ലഭിക്കാനുണ്ട്. അതിനുശേഷം ഈ പണം തിരിച്ചു നൽകാം എന്നതായിരുന്നു അന്ന് ആന്റണി പറഞ്ഞത്. പക്ഷേ 2 മാസത്തിന് ശേഷം പണം ലഭിച്ചില്ല. വീണ്ടും പലതവണ ആവശ്യപ്പെട്ടു, അപ്പോഴും പണം ലഭിച്ചില്ല. അതിനുശേഷമാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് വലിയ പ്രതിസന്ധിയിൽപ്പെട്ടത്. ആ സാഹചര്യത്തിലാണ് മകളടക്കം നേരിട്ട് ആന്റണി വീട്ടിൽ പോയി പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വെറും 20 ലക്ഷം രൂപ മാത്രമാണ് 2 തവണയായി നൽകിയത്. ബാക്കി തുക, അതായത് 2 കോടി രൂപയിൽ 1,80,00,000 രൂപ പിന്നീട് നൽകിയിട്ടേയില്ല. ഇത് 7 വർഷമായി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ തുക നൽകിയില്ല. ഇപ്പോൾ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് മുൻ CPM ജില്ലാ സെക്രട്ടറി കൂടിയായ KP ഉദയഭാനുവാണ്. ഉദയഭാനു പക്ഷേ തന്ത്രിയുടെ പണം എന്ന തരത്തിലാണ് പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായും NM രാജു നിഷേധിക്കുന്നുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് തന്റെ സ്ഥാപനത്തിൽ യാതൊരു നിക്ഷേപവുമില്ല, യാതൊരു അക്കൗണ്ടുമില്ല, തനിക്ക് തന്ത്രിയുമായി ഒരു പരിചയവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ഇടപാടിനെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ആന്റണി ആ തുക സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ തുനിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര രൂപയാണ് സംഭാവനയായിട്ട് വാങ്ങിയത്, അതിൽ എത്ര രൂപ തിരിച്ചു നൽകി, ഈ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, അതായത് അക്കൗണ്ട് വഴി തന്നെയാണ് ഈ തുക ഇടപാട് നടന്നിട്ടുള്ളത് എന്ന് NM രാജു പറയുമ്പോൾ അത് സ്വാഭാവികമായും അതിന് കൃത്യമായ രേഖകളുണ്ടാകും. ഇത് ഇനി മറ്റ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ആന്റണിക്ക് ഇത്രയും രൂപ ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിലെ നിക്ഷേപകരുടെ പണത്തിൽ നിന്നാണ് താൻ 2 കോടി രൂപ നൽകിയത് എന്നും NM രാജു പറയുന്നുണ്ട്. അതായത് ആ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്, ED അന്വേഷിക്കുന്നുണ്ട്. ആ തുകയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ ആന്റണിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിൽ ആന്റണി ഒളിച്ചു കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അതെ, സംശയങ്ങൾ ബലപ്പെടുകയാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് NM രാജു ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആന്റണി നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.